ഇന്നത്തെ ഒരു ദിവസം മുഴുവനും ചുവന്ന കളറുള്ള ആഹാരങ്ങൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടാണ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. രാവിലെ തന്നെ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ടൊന്ന് റാന്നി വരെ പോയതാണ്. നല്ല ഒടുക്കത്തെ വെയിൽ, അതുകൊണ്ട് ചെറിയൊരു മരത്തിൻ്റെ തണുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊന്ന് വണ്ടി നിർത്തിയതാണ്. വൈകുന്നേരം നല്ല മഴ പെയ്യെങ്കിലും രാവിലത്തെ ഈ ചൂട് കാരണം നല്ല ദാഹം. എന്നാൽ പിന്നെ ഒരു സോഡാ നാരങ്ങ അങ്ങ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു സോഡാ നാരങ്ങ അങ്ങ് കുടിച്ചു. തിരിച്ചു വരുമ്പം കുറച്ച് സമയം വനത്തിൽ കൂടെ പോരുന്നതുകൊണ്ട് ചൂടിന് ചെറിയൊരു ആശ്വാസം. കുറേ നേരമായിട്ട് വണ്ടിയൊക്കെ ഫ്രണ്ട് ബ്ലോക്കാണ്. എന്താണെന്ന് നോക്കിയപ്പോൾ കേടായ ഒരു വണ്ടിയുടെ മുകളിൽ കയറ്റിക്കൊണ്ട് പോവാണ്. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മണിയായി. അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചോറുണ്ടാക്കി. ചുവന്ന കളറും കൂടെ കിട്ടാനായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു. പക്ഷേ സംഭവത്തിന് കുറച്ച് എരി കൂടിപ്പോയി. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. സമയം ഇപ്പം 4 മണിയായി. പകലത്തെ ചൂടൊക്കെ മാറിയിട്ട് ഇപ്പോൾ അന്തരീക്ഷം മാറിയിട്ട് നല്ല മഴക്കാർ എടുത്ത് വരുന്നുണ്ട്. ചായ പിടിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് ചുവന്ന കളറിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു പരിപ്പോട മേടിച്ചിട്ട് കഴിച്ചു. ഇതിനാകുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ചുവന്ന കളറൊക്കെ ഉണ്ട്. പരിപ്പോട കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു കേക്ക് കൂടെ മേടിച്ച കാര്യം ഓർത്തത്. റെഡ് വെൽവെറ്റ് ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു കേക്കാണ് മേടിച്ചത്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ചെറിയ ചുവന്ന കളർ ക്രീമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെ അത് മൊത്തം മെൽറ്റായി പോയി. കേക്കും കൂടെ അങ്ങനെ കഴിച്ചതിന് ശേഷം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ റെഡ് കളർ വരുന്നൊരു ജ്യൂസും കൂടെ മേടിച്ച് കുടിച്ചു. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിക്കാൻ മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ റെഡ് കളർ വരുന്ന ഈ ഒരു ജാം ബ്രെഡിനകത്തോട്ട് തേച്ചിട്ട് അതങ്ങ് കഴിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.